കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിരിക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദന്റെ ഒക്കെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന ഗോവിന്ദ് ഇങ്ങനെ മുറിയിലിരിക്കുന്ന സമയത്താണ് ഗീതു അങ്ങോട്ട് കയറി ചെല്ലുന്നത്. ഗീതു എന്നിട്ട് ചോദിച്ചു, എനിക്ക് മനസ്സിലായി വിജയലക്ഷ്മിയുടെ മകളാണ് രഞ്ജു എന്നുള്ള സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാധികാമ വെറുക്കും രഞ്ജുവിനെ. അതുകൊണ്ടല്ലേ ഗോവിന്ദയുടെ സത്യങ്ങളൊന്നും തുറന്നു പറയായിരുന്നെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും ഗോവിന്ദ് അങ്ങോട്ട് ചാടി എഴുന്നേറ്റു. ഒന്നും മിണ്ടാതെ അങ്ങോട്ട് മാറുവാണ്. എന്താ ഗോവിന്ദയുടെ മറുപടി പറയാത്തെ? മാറിപ്പോന്ന എന്താ? എനിക്ക് മറുപടി എന്നിട്ട് പോകാൻ പറയണം. ഗീതു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എനിക്ക് ആ പടം ഒരു ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഈ സമയത്ത് ഇമാതിരി ചോദ്യങ്ങളൊന്നും ആയിട്ട് എൻ്റെ അടുത്തേക്ക് വരില്ലെന്ന് പറയണം എന്ന് പറഞ്ഞ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കണ്ണേട്ടന്റെ മനസ്സെനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇനി ഒരു കാരണവശാലും ഞാൻ രഞ്ജുവിനെ നോവിക്കില്ല എന്ന് പറയണം. ഇനിയിപ്പോ എന്ത് നോവിക്കാനാ? ചെയ്യാൻ പറ്റുന്ന എല്ലാവരും കൂടി ചെയ്ത് തീർത്തില്ലെന്ന് ചോദിക്കുകയാണ്. ഇനിയിപ്പോ കൂടുതലൊന്നും ആരും പ്രസംഗിക്കണ്ടെന്ന് പറയണം. ഗീത് പറഞ്ഞു, അല്ല എന്തിനാ ഇങ്ങനെയൊക്കെ പറയണേ? ഇതിന്റെ ആവശ്യം എന്താ? ഓ, ഇനിയിപ്പം അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണോ എന്നോട് ഇത്ര ദേഷ്യം? അതിന്റെ ആവശ്യമൊന്നുമില്ല. എനിക്ക് അവളോടൊരു ദേഷ്യമൊന്നുമില്ല. ഇത്രയും വലിയൊരു അസുഖത്തിന്റെ ഉടമയാന്ന് അവളെ ഞാൻ ഒരു കാരണവശാലും അറിഞ്ഞിരുന്നില്ല. അതുകൊണ്ടേട്ടാ, ഒരു കാര്യം ഞാൻ പറയാം. വിജയലക്ഷ്മി ഒരു അമ്മയല്ലേ, അവരുടെ മനസ്സ് എത്രമാത്രം വേദനിക്കുന്നുണ്ടായിരിക്കും മോളെ കുറിച്ചിട്ട് ഓർത്തിട്ട്. ഇനി അവരെ രണ്ടുപേരും ഒന്നിപ്പിക്കണം നമ്മുടെ കടമയല്ലേ. അവരുടെ ഉള്ളിൽ എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ, അല്ല രഞ്ജുവിന്റെ ഉള്ളിൽ എന്തെങ്കിലും ദേഷ്യം വിജയലക്ഷ്മിയുടെ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കണ്ടേ? അവരെ രണ്ടുപേരും നമുക്ക് ഒന്നിപ്പിക്കണ്ടേന്ന് ചോദിക്കണം. പെട്ടെന്ന് ഗോവിന്ദിലൊരു ഞെട്ടനുണ്ടായി. ഗോവിന്ദ് പറഞ്ഞു, ഗീതു, നീ അനാവശ്യ കാര്യങ്ങളൊന്നും ഇടപെടേണ്ട ആവശ്യമില്ല. നിനക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി. വലിയ വലിയ ഭാരിച്ച ജോലികളൊന്നും ചെയ്യേണ്ടത് വേണ്ട. പിന്നെ ഇമാതിരി ചോദ്യങ്ങളും പറച്ചിലുമായിട്ട് മേലെ എൻ്റെ അടുത്തേക്ക് വന്നേക്കളെന്ന് പറയണം. അതിനിപ്പോ എന്തിനാ കണ്ണേട്ടങ്ങളും ദേഷ്യപ്പെടുന്നേ? ദേഷ്യപ്പെടാനുള്ള ഒരു കാര്യങ്ങളും ഞാൻ പറഞ്ഞില്ല. ഓ, ഇനിയിപ്പം അവളെക്കുറിച്ച് ഓർത്തിട്ടായിരിക്കുമല്ലേ ചിന്തകൾ? അതെ, അവളെക്കുറിച്ച് ഓർത്തിട്ട് തന്നെ ചിന്തകളെന്ന് പറയണേ. ഈ സമയത്ത് ഗോവിന്ദന് ഫോൺ ബില്ലടിച്ചു. ഫോൺ ബില്ലടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും രഞ്ജുവിനെ അഡ്മിറ്റ് ചെയ്ത ഹോസ്പിറ്റലിൽ നിന്ന് കോള് വന്നേ. കോടതി ആണോ, ബോധം വീണോ, സംസാരിച്ചു തുടങ്ങിയതൊക്കെ ഗോവിന്ദ് സംസാരിക്കുന്ന കേട്ടു. കോള് കട്ട് ചെയ്യണം. ഈ സമയത്ത് ഗീതുവിന് സന്തോഷമായി. അപ്പൊ രഞ്ജു കണ്ണു തുറന്നിട്ടുണ്ട്. അതെ, ഞാൻ ഹോസ്പിറ്റൽ വരെ പോവാന്ന് പറയണം. അല്ല ഇപ്പോഴല്ലേ ഹോസ്പിറ്റലിൽ നിന്ന് വന്നേ? ഇപ്പോഴായിരിക്കും വന്നേ. അതെന്റെ ഇഷ്ടം. ഓ, പഴയ കൃഷ്ണനോട് ഭയങ്കര ഇഷ്ടം കൂടുതലാണല്ലോ. ഇപ്പൊ നമ്മളെന്നും ആർക്കും വേണ്ടല്ലേന്ന് ചോദിക്കണം. ഞാനാരാ? വെറും ഒരു അഡ്ജസ്റ്റ്മെന്റ് കല്യാണം കഴിഞ്ഞ് ജീവിതത്തിലേക്ക് വന്നേലേ. ഗീതു, നീ അനാവശ്യ കാര്യങ്ങളൊന്നും പറയില്ലെന്ന് പറയണം. അനാവശ്യ കാര്യമാണോ കണ്ണേട്ടൻ ഞാൻ പറയുന്നത്? പറഞ്ഞ കാര്യം സത്യമല്ലേ? എന്നെക്കാളും പ്രിയപ്പെട്ടല്ലേ കണ്ണേട്ടനവള്? അതെ, നിന്നെക്കാളും പ്രിയപ്പെട്ട തന്നെയാ. ഞാൻ അവൾക്ക് ഇനിയും കെയർ ചെയ്യും. അവളെ എന്നെ ഞാൻ പൊന്നുപോലെ നോക്കും. നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് ചോദിക്കാം. ഇതാ ഞാൻ പറഞ്ഞത്. എനിക്ക് എന്ത് കുഴപ്പം? എനിക്കൊരു കുഴപ്പമില്ല. കണ്ണേട്ടനെ ഇഷ്ടം പോലെ പൊക്കോ, എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് ഇതും അങ്ങോട്ട് പോവാണ്. പിന്നീട് കാണിക്കുന്നത് ബോധം വന്ന് രഞ്ജുവിന്റെ അടുത്തേക്ക് വിജയലക്ഷ്മി കയറി വരുവാണ്. അപ്പൊ രഞ്ജുവിനെ കണ്ണു തുറന്ന് നടക്കുമായിരുന്നു. വിജയലക്ഷ്മിനെ കണ്ടത് ആ മുഖം അങ്ങോട്ട് മാറി. നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കണം. മോളോ, ആ പേര് പോലും നിങ്ങൾ ഉച്ചരിച്ചു പോയേക്കരുത്. ദേ, കടന്നു പൊക്കോളാൻ പറയണം. മോളെ, എനിക്ക് നിന്റെ അവസ്ഥ മനസ്സിലാവും. പക്ഷെ ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഡിസ്ചാർജ് ആയി കഴിയുമ്പോൾ മോളെ ഞാൻ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനായിട്ടാ വന്നേക്കുന്നേ. ആ കൊള്ളാലോ, നല്ല കളിയായപ്പോലോ. ദൈവത്തെ ഓർത്ത് എന്റെ കൺമുനിന്ന് പൊക്കോ, അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് തന്നെ ഇറങ്ങി അങ്ങോട്ട് പോകും. പിന്നീട് അടുത്തൊരു നേഴ്സ് ഇരിപ്പുണ്ടായിരുന്നു. നേഴ്സിനോടായിട്ട് പറഞ്ഞു, ഇവരെ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ടോ? ഇവരിവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതെല്ലാം കൂടെ വലിച്ചെറിഞ്ഞ് ഞാൻ എന്റെ പണി നോക്കി പോകുന്നു പറയണം. പെട്ടെന്ന് വിജയലക്ഷ്മി നേഴ്സിനോട് ഞാൻ പൊക്കോളാന്ന് കൈ കൊണ്ട് ആംഗ്യം കാണിക്കുക. പിന്നീട് വിജയലക്ഷ്മി ഇറങ്ങി അങ്ങോട്ട് പോകുമ്പോഴത്തേനും രഞ്ജു ഇങ്ങനെ ആലോചിച്ച് കിടക്കുവാണ്. അങ്ങനെ വിജയലക്ഷ്മി വളരെ സങ്കടത്തോടു കൂടിയാണ് ചെമ്പകശ്ശേരി തറവാടിലേക്ക് തിരിച്ചു കയറി വരുന്നത്. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനും സിറ്റ് ഔട്ടിൽ തന്നെ ഗീതു ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ വിജയലക്ഷ്മിനെ കാണാനായിട്ട് ഗീതു വന്ന വിജയലക്ഷ്മിനെ കണ്ടതും അമ്മയെന്ന് പറഞ്ഞ് ഓടിപ്പോയി കെട്ടിപ്പിടിക്കുകയാണ് വിജയലക്ഷ്മിക്ക് അത് ഭയങ്കരമായിട്ടൊരു സങ്കടമായി പോയി. ഗീതിന് കുറെ തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടായിരുന്നു. ആ തെറ്റിദ്ധാരണകളെല്ലാം ഗീതിനെ മാറി. ഇത്രയും നല്ലൊരു അമ്മേനെ താൻ വേദനിപ്പിച്ചല്ലോ. സ്വന്തം ആൾക്ക് ഇത്ര വലിയ പ്രയാസങ്ങൾ ഉണ്ടെന്നറിഞ്ഞ് അമ്മയുടെ മനസ്സ് എത്രമാത്രം വേദനിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ അതുപോലും താൻ മനസ്സിലാക്കിയില്ല. അങ്ങനെ ഒരു ചിന്തയൊക്കെ ഗീതന്റെ ഉള്ളിലുണ്ടാകുന്നുണ്ട്. അമ്മ എന്നോട് ക്ഷമിക്കമ്മേ, എനിക്ക് അറിവില്ലാതെ പറ്റിപ്പോയതല്ലേ. എനിക്കറിയില്ലായിരുന്നു അമ്മയുടെ മോൾ ഇത്ര വലിയ ഒരു പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയാ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെന്ന്. അമ്മയുടെ മനസ്സിലും ഇത്രയും വിഷമമുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അമ്മേ. ഒരു നിമിഷത്തെ ആ ഒരു വേദനയിൽ ഞാൻ അങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞു പോയതാ. എന്നോട് ക്ഷമിക്കണമെന്ന് പറയണം. ചേർത്ത് പിടിക്കുകയാണ് രഞ്ജുവിനെ. എന്നിട്ട് പറഞ്ഞു, മോളെ നീയല്ല എന്നോട് ക്ഷമ വയ്ക്കണം. ഞാൻ മോളോടല്ലേ. ഞാൻ അതൊന്നും ഒരിക്കലും മറച്ചു വെക്കാൻ പാടില്ലായിരുന്നു. പക്ഷെ ഞാനിതെല്ലാം മറച്ചു വെച്ചില്ലേ. അപ്പൊ എന്നോട് പൊറുക്കണം. നിന്നോട് മാപ്പ് അപേക്ഷിക്കേണ്ട ആള് ഞാനെന്ന് പറയണം. സമയം ഗീത പറഞ്ഞു, അത് കുഴപ്പമില്ലമ്മേ, എനിക്ക് എന്നാലും അമ്മയോട് ദേഷ്യമൊന്നുമില്ല. ആ സമയത്ത് തോന്നിയതാ. പെട്ടെന്ന്
ആ, വിജയലക്ഷ്മി പറഞ്ഞു, വാ കയറി വാ, അകത്തേക്ക് വരാനും പറഞ്ഞ് അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ്. എന്നിട്ട് അവിടെ ഇരിക്കുവാണ്. അടുത്തിരുന്ന് കഴിഞ്ഞിട്ടും ഗീതുവിനും വല്ലാത്തൊരു ടെൻഷനായിരുന്നു. ഗീതുവിന്റെ കണ്ണുകൾ രണ്ടുകൾ നിറഞ്ഞൊഴുകുക. എന്നിട്ട് പറഞ്ഞു, അമ്മ വിഷമിക്കണ്ട കേട്ടോ, ഇനി എന്റെ ഭാഗത്തു നിന്ന് ഒരു ചെറുതായിട്ട് പോലും ഒരു പ്രശ്നം ഉണ്ടാവില്ല രഞ്ജുവിനെതിരെ. അവളെ ഞാൻ ഒരു വാക്കുകൊണ്ട് പോലും ഞാൻ നോവിക്കില്ല പറഞ്ഞു. ഇത് കേട്ട് ഞാൻ വിജയലക്ഷ്മി പറഞ്ഞു, അതിനകത്തൊന്നും ഒരു കാര്യമില്ലെന്ന് പറയാണ്. ഇനിയിപ്പം അവൾ ഒരു കാരണവശാലും നിന്നെ സ്നേഹിക്കില്ല. നിന്നെ സ്നേഹിക്കണമെങ്കിൽ നീ എന്നെ വെറുക്കണം, എങ്കിൽ മാത്രം നിന്നെ സ്നേഹിക്കുള്ളൂ എന്ന് പറയാം. വിജയലക്ഷ്മി ഹോസ്പിറ്റലിൽ രഞ്ജുവിനെ കാണാൻ ചെന്നപ്പോൾ രഞ്ജു ആ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ വളർത്തുമോള് ഗീതു അല്ലേ, അവളെ പോയി സ്നേഹിക്കാനായിട്ട്. അപ്പം ഗീതുവിനെ താൻ സ്നേഹിക്കുന്ന അവളുടെ മനസ്സിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ഗീതുവിനോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, നീ ഇനി എന്നെ സ്നേഹിക്കണ്ട, നീ എന്നെ വെറുത്താ മതി എന്ന് പറയണം. ഇത് കേട്ടത് ഗീതു പറഞ്ഞു, എന്താ അമ്മ ഈ പറയണേ, എനിക്ക് അങ്ങനെ സാധിക്കുമോ എൻ്റെ അമ്മേനെ വെറുക്കാൻ? നല്ല കഥയായിപ്പോയി, ഞാൻ ഒരിക്കലും എൻ്റെ അമ്മേനെ വെറുക്കില്ലെന്ന് പറയാണ്. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല മോളെ, നീ എന്നെ വെറുത്താലോ എൻ്റെ രഞ്ജുവിന് സമാധാനം കിട്ടുള്ളൂ. അവളുടെ അസുഖത്തെക്കുറിച്ച് നിനക്ക് അറിയാലോ. ഇതിപ്പം ഗീതോട് ശരിയാ, എനിക്ക് അസുഖങ്ങളെക്കുറിച്ചൊക്കെ അറിയാം. അവള് മരണത്തോട് മല്ലടിച്ച് കിടക്കുവാന്ന് എനിക്കറിയാം. പക്ഷെ എനിക്ക് എൻ്റെ അമ്മേനെ വെറുക്കാൻ പറ്റില്ല. ആർക്കു വേണ്ടി തന്നെയാണെങ്കിലും എനിക്ക് എൻ്റെ അമ്മയോട് ദേഷ്യപ്പെട്ട് സംസാരിക്കാനോ വെറുക്കാനോ പറ്റില്ല എന്ന് പറയണം. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മോളെ, ഇപ്പോഴെനിക്ക് വേണ്ടത് എൻ്റെ മോളുടെ ജീവനാണ്, അവളുടെ മനസ്സിന്റെ സന്തോഷമാണ്. അപ്പം ഞാനും നീയും തമ്മിൽ അടിച്ചു പിരിഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ മനസ്സ് ഒത്തിരി സന്തോഷിക്കും. ഈ സമയത്ത് അവൾക്കത് ആ സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെഡിസിനേക്കാളും കൂടുതൽ ബലം ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പറയണേ, നീ ഇറങ്ങി പോകാൻ പറയണം. പെട്ടെന്ന് ഗീതൊന്നും ഇല്ല, ഞാൻ പോകത്തില്ല എന്ന് പറയണം. വിജയലക്ഷ്മി എന്ത് ചെയ്യണം, നേരെ മുറിയിലേക്ക് അങ്ങോട്ട് പോയി കഥ അങ്ങോട്ട് വലിച്ചടയ്ക്കുവാണ്. എന്നിട്ട് അതിനകത്ത് കയറി ഇരുന്നു. ഗീതു ആ മുറിയിൽ പോയി തട്ടുവാണ്. അമ്മയെ കഥവ് തുറക്കമ്മേ, കഥവ് തുറക്കുന്ന അമ്മയെന്നും പറഞ്ഞിട്ട്. പക്ഷെ കഥവ് തുറക്കാനായിട്ട് വിജയലക്ഷ്മി കൂട്ടാക്കിയില്ല. അമ്മ എനിക്ക് അമ്മേനെ വെറുക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ വിജയലക്ഷ്മിക്ക് അറിയാം, ഇനി ഇവളിവിടെ വന്നിട്ടുണ്ടെ പ്രശ്നമല്ല, രഞ്ജിന് കൂടുതൽ ശത്രു ഇവളോട് തോന്നത്തുള്ളൂ. അതൊരു കാരണവശാലും ഉണ്ടാവാൻ പാടില്ല. ഇവളും രഞ്ജും തമ്മിൽ നല്ല സ്നേഹത്തിലായിരിക്കണം. അവസാനം ഇവൾ അറിയാൻ പാടുള്ളൂ, ഇവളുടെ അനിയത്തിയാണ് രഞ്ജു എന്നുള്ള കാര്യം അവസാനം അറിയാൻ പാടുള്ളെന്ന് വിചാരിക്കുകയാണ്. പിന്നീട് വിജയലക്ഷ്മിയുടെ അടുത്തുനിന്ന് ഇറങ്ങിയിട്ട് അജാസും ഗീതവും കൂടെ നേരെ വീട്ടിലേക്ക് പോവായിരുന്നു. ഈ സമയത്ത് അജാസിനോട് ഗീതി ചോദിച്ചു, അല്ല 2 ദിവസം അജാസിങ്ങനെ കണ്ടില്ലായിരുന്നല്ലോ, എന്ത് പറ്റിയെന്ന് ചോദിക്കണം. പെട്ടെന്ന് അജാസ് പറഞ്ഞു, ഞാനൊരു ദൗത്യമായിട്ടൊന്ന് പോയതായിരുന്നു പറയാണ്. ഒരു ദൗത്യം വിജയിപ്പിക്കാൻ വേണ്ടി പോയതാ. ഓ അങ്ങനെയാണ് കാര്യങ്ങൾ. അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, വിജയലക്ഷ്മിയോട് അവിടെ വന്നായിരുന്നോ, രഞ്ജുവിനെ കാണാൻ വരുന്നായിരുന്നോ എന്ന് ചോദിക്കണം. വന്നായിരുന്നു. അല്ല അപ്പൊ ഗോവിന്ദനെ കണ്ടു കാണുമോ? ഗോവിന്ദ് സാറിനെ കാണുകയും ചെയ്തു, അവർ രണ്ടും തമ്മിൽ സംസാരിക്കുകയും ചെയ്തെന്ന് പറയണം. അല്ല അവർ രണ്ടും എന്താ സംസാരിച്ചേ? അത് ഞാൻ കേട്ടില്ല, അതെന്ത് പറ്റി? അതെങ്ങനെ അവർ തമ്മിൽ എന്തേലും പറയുന്ന സമയത്ത് ഞാൻ അങ്ങനെ പോയി ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നത് തെറ്റല്ലേന്ന് ചോദിക്കണം. ഓഹ് എന്റെ പൊന്നോ, അതിനകത്ത് ഇപ്പൊ എന്താ തെറ്റിരിക്കുന്നേ? നമ്മൾ ചെറിയ കള്ളത്തരങ്ങൾ കാണിച്ചൊന്നും ഒരു കുഴപ്പമില്ല. ഒരു നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ചെറിയ ചെറിയ കള്ളത്തരങ്ങളൊക്കെ നമുക്ക് കാണിക്കാം, നുണകളൊക്കെ പറയുകയും ചെയ്താ. ഇതുപോലെ തന്നെ അവർ സംസാരിക്കുന്നത് എന്താന്നൊക്കെ ഒളിഞ്ഞു നിന്ന് കേൾക്കുകയും ചെയ്യാം. ഒരു പക്ഷെ നമുക്ക് അതിനകത്തുനിന്ന് എന്തെങ്കിലും പ്രധാനപ്പെട്ട വിവരങ്ങളൊക്കെ കിട്ടിയാലോ എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ സോറി അജാസ് പറഞ്ഞു, ശരിയാണ് ഗീത പറഞ്ഞു ശരിയാണ്, പക്ഷെ എനിക്കെന്തോ അങ്ങനെ ആ സമയത്ത് തോന്നിയിരുന്ന് പറയണം. ഗീത പറഞ്ഞു, അതങ്ങനെയാണല്ലോ, വേണ്ടപ്പെടുന്ന എൻ്റെ ഇക്കയുടെ ബുദ്ധി പ്രവർത്തിക്കില്ല എന്ന് പറയണം. പെട്ടെന്ന് അജാസ് ചോദിച്ചു, ഞാൻ വേറൊരു ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ഗീതുവിനോട് ചോദിക്കണം. എന്ത് ദൗത്യം? അതൊക്കെയുണ്ട്, ഞാൻ പറയുന്നത് കേട്ടോ നിൽക്കും. ഓക്കെ, അജാസൊക്കെ എന്നോട് എന്ത് പറഞ്ഞാലും ഞാനത് അനുസരിക്കുമെന്ന് പറയണം. പിന്നീട് അജാസ് പറഞ്ഞു, അതെ കഴിഞ്ഞ ദിവസം ഞാനും ഗോവിന്ദ് സാറും വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഗോവിന്ദ് സാറിന് ഒരു ഫോൺ നമ്പർ കിട്ടിയിട്ടുണ്ടായിരുന്നു പറയണം. ഫോൺ നമ്പർ ആരുടെ? ഒരു ധ്യാനം എന്ന് പറയുന്ന ആളുടെയാ. ഈ ഫോൺ നമ്പർ അയച്ചു കൊടുത്ത ആരെന്നറിയാവോ? സാക്ഷാൽ വിജയലക്ഷ്മി എന്ന് പറയണത്. അമ്മ എന്തിനാ ഫോൺ നമ്പർ ഇട്ട് കൊടുത്തേ? അതെനിക്ക് അതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് അറിയത്തില്ല. പിന്നീട് അജാസ് ആ കാര്യങ്ങളൊക്കെ ഇതിനോട് തുറന്നു പറയാണ്. വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഒരു മെസ്സേജ് വരികയാണ് ഗോവിന്ദിന്റെ ഫോണിലേക്ക്. മെസ്സേജ് എടുത്തു നോക്കി കഴിഞ്ഞപ്പോഴത്തേനും വിജയലക്ഷ്മിയാണ് മെസ്സേജ് ഇട്ടേക്കുന്നത്. ഇവരെന്തിനാ പോലും എൻ്റെ ഫോണിലേക്ക് ഇപ്പം മെസ്സേജ് ഇട്ടേക്കുന്നത് എന്നോർത്ത് ആ മെസ്സേജ് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴത്തേനും വോയിസ് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു ആദ്യം. അതെ, ഇതാണ് ഞാൻ പറഞ്ഞ ധ്യാനിന്റെ ഫോൺ നമ്പർ എന്ന് പറഞ്ഞുകൊണ്ട് വോയിസ് മെസ്സേജ്. അതിൻ്റെ ഇടയിൽ ധ്യാനിന്റെ ഫോൺ നമ്പറും ഉണ്ടായിരുന്നു. പിന്നീട് ഗോവിന്ദ് സാറ് ധ്യാൻ നമ്പറിലേക്ക് വിളിക്കുമായിരുന്നു. ധ്യാൻ നമ്പറിലേക്ക് ധ്യാനല്ലേന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞിട്ട് പിന്നെ ഓ സോറി അവിടെ രാത്രിയാന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല കേട്ടോ, സോറി കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് അജാസിനോട് ഞാൻ വണ്ടി സൈഡ് ഒതുക്കി അങ്ങ് നിർത്ത് എന്ന് പറഞ്ഞിട്ട് ഫോണും കൂടെ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങുവാണ്. അല്ല അവർ തമ്മിൽ എന്താ സംസാരിച്ചെന്ന് ചോദിക്കുകയാണ്. ഞാൻ കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഗോവിന്ദ് സാർ പുറത്തേക്ക് ഇറങ്ങി പോയത്. അപ്പൊ പിന്നെ എനിക്ക് എങ്ങനെ അറിയാൻ പറ്റും പെങ്ങളെ അവർ തമ്മിൽ എന്താ സംസാരിച്ചെന്നുള്ളത്? അല്ലെ, എന്താ അയാളുടെ പേര് പറഞ്ഞേ? ധ്യാനെന്നോ? അത് ധ്യാനം തന്നെയാ പറഞ്ഞേ. അവർ തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ട് രഞ്ജുവായിട്ട്. രഞ്ജുവിന്റെ കാര്യങ്ങൾ പറയാനേ വിളിച്ചെന്നാ ഗോവിന്ദ് സാറ് പറഞ്ഞത്. അപ്പൊ അതിനർത്ഥം എന്താ? അവർ തമ്മിൽ എന്തോ ഒരു റിലേഷൻ ഉണ്ടെന്ന്. അപ്പൊ അത് ആദ്യം കണ്ടുപിടിക്കുകയാണെങ്കിൽ ഒരു പക്ഷെ ഈ പ്രശ്നത്തിനെല്ലാം ഒരു പരിഹാരമാവെന്ന് പറയാണ്.
ഗീതുവിനും തോന്നി ശരിയാണ്, ധ്യാനിനെ കണ്ടുപിടിക്കുവാണെങ്കിൽ തങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം തീരുമെന്നുള്ള കാര്യം ഗീതുവിന് ഉറപ്പായി. അപ്പൊ ആ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.